ലുലു അവതരിപ്പിക്കുന്നു ഗൾഫ് റൗണ്ടപ്പ്. നിരവധി തവണ ഗൾഫ് മേഖലയിൽ മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് VM കുട്ടി എന്ന പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് ഗായകൻ. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ പക്ഷേ അദ്ദേഹം ആദ്യമായാണ് എത്തുന്നത്. റിയാദിലുള്ളവർ ഇതൊരു ആഘോഷമാക്കി മാറ്റി. മാപ്പിളപ്പാട്ട് രംഗത്തെ അതികായനായ VM കുട്ടിയുടെ റിയാദിലെ ആദ്യ സന്ദർശനം സംഗീതാസ്വാദകർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനാവുന്ന ഒരു അനുഭവമായി മാറുകയായിരുന്നു. മലപ്പുറം എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ എന്ന സംഘടനയാണ് VM കുട്ടിയെ റിയാദിലെത്തിച്ചത്. 2 ദശകത്തോളം മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന നിലയ്ക്ക് മുൻനിരയിൽ നിലകൊണ്ടു എന്ന് മാത്രമല്ല VM കുട്ടി എന്ന സംഗീത പ്രതിഭയുടെ പ്രസക്തി. പഴമക്കാർ പാടി നടന്ന ഇശലുകളും സിനിമയിലൂടെ അരങ്ങേറിയ മാപ്പിള ഈണങ്ങളുടെ പതിപ്പുകളും കുറെയൊക്കെ വിസ്മൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് VM കുട്ടിയും അദ്ദേഹത്തിന്റെ കണ്ടെത്തലായി വിളയിൽ ഫസീലയും ഈ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം സാധ്യമാക്കിയത്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, കോട്ടാണ് ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കയുടെ കോട്ടാണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. VM കുട്ടിയെ ഇന്നും ജനങ്ങൾ കാണുന്നത് മാപ്പിളപ്പാട്ട് ശാഖയുടെ നിത്യ യൗവനമായിട്ടാണ്. അദ്ദേഹത്തിന് 77 വയസ്സായി എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. റിയാദിലെ സംഗീത പ്രേമികളോട് സംവദിക്കുമ്പോൾ അദ്ദേഹം സംഗീതത്തിൻ്റെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ചരിത്രം തന്നെ ആധികാരികമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വിജ്ഞാന സ്രോതസ്സായി മാറുകയായിരുന്നു. പ്രേമഗാനങ്ങളെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കവിത എഴുതിയത് മോയിൻകുട്ടി എഴുതിയവരാണ്. അതുവരെ മാപ്പിളപ്പാട്ടിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ ഭക്തിഗാനങ്ങളായിരുന്നു. ഭക്തിഗാനം, പടപ്പാട്ടുകൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ഊന്നിക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പാട്ടുകളായിരുന്നു ആ കാലം വരെ പ്രചരിച്ചത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കവിത വേണം എന്നുള്ള ഒരു ആശയക്കാരനായി. അതുകൊണ്ട് പ്രേമ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം കത്തെഴുതിയിരുന്നത് പോലും പ്രേമഗാനങ്ങൾ പ്രേമലേഖനം എഴുതിയിരുന്നത് പോലും കവിതയിലായിരുന്നു. രാജ്യസ്നേഹവും മതസൗഹാർദ്ദവും മാനസിക മൂല്യങ്ങളും മാപ്പിളപ്പാട്ടുകളിലൂടെ പ്രകടിപ്പിക്കാൻ ബോധപൂർവം VM കുട്ടി നടത്തിയ ശ്രമങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത്തരം ഗാനങ്ങൾ പ്രേമഗാനങ്ങളെക്കാൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഭാരത പൂങ്കവനത്തിലെ പൂക്കളാണ് നമ്മൾ, ഭാരതമ്പ പെറ്റെടുത്ത കൺമണികളാണ്, കൺമണികളാണ്. ഭാരത പൂങ്കവനത്തിലെ പൂക്കളാണ് നമ്മൾ, ഭാരതാമ്പ പെറ്റെടുത്ത കൺമണികളാണ്, കൺമണികളാണ്. രചനാരംഗത്ത് വന്നിട്ടുള്ള മോഷണങ്ങളെക്കുറിച്ച് തനിക്കേറെ പറയാനുണ്ടെന്നും പക്ഷേ 77-ാം വയസ്സിൽ വിമർശനങ്ങൾ നടത്തി വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്താൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, കാരണം അവർക്കൊക്കെ അതിൻ്റെ പേരിൽ വിവാദങ്ങളായി, എന്നെ വിമർശിക്കലായി. അതിലേക്ക് വിമർശനത്തിന് ഭയപ്പെടുന്നുണ്ട്. വിമർശനം എന്നറിയാല്ലേ, എൻ്റെ പ്രായം ഇപ്പോൾ 77 അല്ലേ. ഇനിയിപ്പോൾ അതിന് ഒരു വിവാദം, ഒരു എഴുത്തുകുത്ത് നടത്താനൊക്കെ വിഷമമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പഠിക്കണം, വായിക്കണം, സംഗതികൾ മനസ്സിലാക്കണം. അതിനൊരുപാട് നിബന്ധനകളുണ്ട് മാപ്പിളപ്പാട്ട് എഴുതാൻ. അതെല്ലാം പഠിക്കണം. ഞാനൊക്കെ പഠിച്ചതാ. നല്ലളം ബീരാൻ സാഹിബായിരുന്നു എൻ്റെ ഒരു ഗുരുനാഥൻ. ഒന്ന് ചാക്കേരി അഹമ്മദ് കുട്ടി സാഹിബായിരുന്നു. അതേമാതിരി തോട്ടോളി മുഹമ്മദ്. ഇവരുടെ ഒക്കെ ശിഷ്യത്വത്തിലാണ് മാപ്പിളപ്പാട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഞാൻ പഠിച്ചത്. പണ്ടുള്ളവർ ഗുരുക്കന്മാരുടെ മുഖത്തുനിന്ന് കേട്ടിട്ട് പഠിച്ചിട്ടായിരുന്നു പാട്ട് എഴുതിയിരുന്നത്. അല്ലാതെ വെറുതെ പേര് വെച്ചുകൊണ്ട് പാട്ട് എഴുതിയിരുന്നില്ല. പാട്ടിനൊരു നിയമമുണ്ട്. അത് ഭാഷാ സാഹിത്യം പാട്ട് സാഹിത്യത്തിന് തന്നെ നിയമമുണ്ട്. ഒരു പാട്ട് സാഹിത്യത്തിന് പണ്ടേ പാലിച്ചു പോരുന്നൊരു നിയമമുണ്ട്, പ്രാസദേവ് നിബന്ധ. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുക മോന വൃത്ത വിശേഷ യുക്തം പാട്ട് എന്നാണ്. അതായത് യതുക മോന തുടങ്ങിയിട്ടുള്ള പ്രാസദീക്ഷ വെച്ചിട്ടായിരിക്കണം പാട്ട് എഴുതേണ്ടത്. റിയാദിലെ മാപ്പിളപ്പാട്ട് സ്നേഹികൾക്ക് ആവേശമായി തുടങ്ങി ഒരു അത്ഭുതമായി അവസാനിപ്പിക്കുകയായിരുന്നു VM കുട്ടി എന്ന മഹാസംഗീത പ്രതിഭ. സംഗൃതമോടെ തീരൂ സ്വർഗനഗർക്ക് ഗഞ്ചത്തെ സുന്ദര ഹോറുനി സജിത്തിരമത്തൊരു ഗഞ്ചത്തെ, സംഗൃതമോടെ തീരൂ സ്വർഗനഗർക്ക് ഗഞ്ചത്തെ സുന്ദര ഹോറുനി സജിത്തിരമത്തൊരു ഗഞ്ചത്തെ, പിൻകാതിരോനോ പിൻപഴങ്കതിരോനിത് മഞ്ചത്തെ, പിന്നീടുൽ മുടി വര സംഗതി കൊണ്ട് തഞ്ചത്തെ, ഒന്നേ തങ്കത്തതികീണ കൃതി ഗീത സഞ്ചരിതം എല്ലാ തകതിമി താളങ്കൃതം സ്വർഗത്തലമില്ല പലതുനി കളിച്ചിരി കുളരികൾ സംഗൃത പമകർ തങ്കതുങ്കത്തതികീണ നിങ്ങളുടെ തകതരി സരിഗമാതക്കിടയത്തക്കിമി താളങ്കൃത താളം. തന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച റിയാദിലെ മാപ്പിളപ്പാട്ട് ആസ്വാദകരെ കാണാൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വീണ്ടും വരുമെന്നാണ് അദ്ദേഹം യാത്രയാകുമ്പോൾ പറഞ്ഞത്.